നമസ്കാരം, ഭൂമി മലയാളത്തിലേക്ക് സ്വാഗതം. ടോപ്പ് 5 ന്യൂസ്. പ്രമുഖ വ്യവസായി ബൽവീന്ദർ സിംഗ് സാനി ദുബായിൽ അറസ്റ്റിൽ. ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രമുഖ ഇന്ത്യൻ വ്യവസായി അബു സബ എന്ന പേരിൽ അറിയപ്പെടുന്ന ബൽവീന്ദർ സിംഗ് സാനി ഒരു വലിയ കള്ളപ്പണം വെളുപ്പിക്കൽ പ്രവർത്തനത്തിൽ പങ്കാളിയായതിന് 5 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ടു. ദുബായ് ക്രിമിനൽ കോടതി 5 ലക്ഷം ദിർഹം പിഴ ചുമത്തുകയും നിയമവിരുദ്ധ സമ്പാദ്യമായ 150 മില്യൺ ദിർഹം അഥവാ 345 കോടി ഇന്ത്യൻ രൂപ അടക്കം നിരവധി സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ ഉത്തരവിടുകയും ചെയ്തു. ശിക്ഷ പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹത്തെ നാടുകടത്തുമെന്ന് അറബിക് ദിനപത്രമായ അൽ ബയാൻ റിപ്പോർട്ട് ചെയ്തു. ഷെൽ കമ്പനികളിലൂടെയും സംശയാസ്പദമായ സാമ്പത്തിക കൈമാറ്റങ്ങളിലൂടെയും ദശലക്ഷക്കണക്കിന് പണം സമ്പാദിച്ച ഒരു ക്രിമിനൽ ശൃംഖല നടത്തിയതിന് അബുസബയെ കൂടാതെ അദ്ദേഹത്തിൻ്റെ മകൻ ഉൾപ്പെടെ മറ്റ് 32 പേരെയും ശിക്ഷിച്ചിട്ടുണ്ട്. അത്യാഡംബര ജീവിതശൈലിക്കും സ്വത്ത് നിക്ഷേപങ്ങൾക്കും പേരുകെട്ട അബുസബ 2016 നടന്ന ഒരു ലേലത്തിൽ 33 മില്യൺ ദിർഹം അഥവാ 76 കോടി രൂപ 5 എന്ന ഒറ്റയക്ക നമ്പർ പ്ലേറ്റ് വാങ്ങി വാർത്തകളിൽ ഇടം നേടിയിരുന്നു. 2024 ഡിസംബറിൽ ബർദുബായ് പോലീസ് സ്റ്റേഷനിൽ പബ്ലിക് പ്രോസിക്യൂഷന് റഫർ ചെയ്തതിനെ തുടർന്നാണ് കേസ് ആരംഭിച്ചത്. ആദ്യവാദം കേൾക്കാൻ ജനുവരി 9 നടന്നു. ചില പ്രതികളെ അവരുടെ അസാന്നിധ്യത്തിലാണ് വിചാരണ ചെയ്തത്. എല്ലാ പാർട്ടിയും ഇതിനെ ഒരവസരമായി കണ്ടു. UDF കാലത്ത് LDF പറഞ്ഞതെല്ലാം ഞങ്ങൾക്കും ഓർമ്മയുണ്ടെന്നും അഴിമതിയും കൊള്ളയുമാണ് വിഴിഞ്ഞം ചടങ്ങിന് ശേഷം മാധ്യമപ്രവർത്തകരോട് ശശി തരൂർ അഭിപ്രായപ്പെട്ടു. ഇവിടെ ഏത് BJP പ്രസിഡന്റ് വന്നാലും പരിഹസിച്ചും കളിയാക്കിയും വായടപ്പിക്കുകയാണെന്ന് കുറച്ചു കാലമായിട്ട് കേരളത്തിൽ ഇതൊക്കെയാണ് നടക്കുന്നതെന്നും കെ സുരേന്ദ്രൻ. ഇന്ത്യയുടെ തിരിച്ചടി വൈകില്ല. ഇന്ത്യൻ സൈന്യത്തിന്റെ മിന്നലാക്രമണം ഭയക്കുന്നു. പാക് അധീന കശ്മീരിൽ നിന്ന് ഭീകരരെ പാകിസ്ഥാൻ മാറ്റി. നിവിൻ പോളിക്കെതിരെ വ്യാജ പ്രചാരണം. ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞ നടൻ നിവിൻ പോളിയെന്ന ബേബി ഗേൾ സംവിധായകൻ അരുൺ വർമ്മ.